പോയിൻറ്റേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ്. ഒരു സ്ട്രക്ചർ വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ പോയിൻ്റർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ വേരിയബിളിലേക്ക് പോയിൻ്റ് ചെയ്യണ പോയിൻ്ററിനെ എങ്ങനെ യൂസ് ചെയ്യാം, അതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ സ്ട്രക്ചർ ഇവിടെ എഴുതിയിട്ടുണ്ട്. സ്റ്റുഡൻറ്റ് എന്നാണ് സ്ട്രക്ചറിൻ്റെ പേര്. അതിനകത്ത് 2 എലമെൻറ്റ്സ് RNO ആൻഡ് നെയിം. RNO ഫോർ റോൾ നമ്പർ, അത് ഇൻറ്റീജറാണ്. നെയിം ഒരു ക്യാരക്ടർ അറേയാണ്. അപ്പോൾ സാധാരണ നമ്മളൊരു സ്ട്രക്ചർ, ഇങ്ങനെ ഒരു സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രക്ചർ വേരിയബിളിനെ നമ്മൾ ഡിക്ലെയർ ചെയ്ത സ്റ്റുഡൻറ്റ് എസ് എന്ന് പറഞ്ഞിട്ടാണ്. അതേപോലെ തന്നെയാണ് ഒരു സ്ട്രക്ചർ പോയിൻ്ററിനെയും നമ്മൾ ഡിക്ലെയർ ചെയ്യുക. സ്ട്രക്ട് സ്റ്റുഡൻറ്റ് സ്റ്റാർ SPTR എന്നാണ് ഞാൻ പോയിൻ്ററിന് പേര് കൊടുത്തത്. ഇപ്പോൾ ഇൻറ്റിജർ പോയിൻ്റർ ആണെങ്കിൽ നമ്മൾ ഇൻറ്റ് സ്റ്റാർ പി എന്ന് പറയില്ലേ. അപ്പോൾ ഇവിടെ ഇൻറ്റിജർ പോയിൻ്റർ അല്ല, അതിന് പകരം ഈ ഡേറ്റ ടൈപ്പിന് പകരം സ്ട്രക്ട് സ്റ്റുഡൻ്റ് ആണെന്ന് മാത്രം. അപ്പോൾ ആ ഡേറ്റ ടൈപ്പിൻ്റെ സ്ഥാനത്ത് സ്ട്രക്ട് സ്റ്റുഡൻ്റ് എന്ന് കൊടുക്കും. അത്രയേ ഉള്ളൂ ഡിക്ലറേഷൻ. അപ്പോൾ സ്ട്രക്ട് സ്റ്റുഡൻറ്റ് സ്റ്റാർ SPTR എന്ന് പറഞ്ഞിട്ടൊരു പോയിൻ്റർ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഇനി ഈ പോയിൻ്ററിനെ ഇനീഷ്യലൈസ് ചെയ്യാണ്. ഇപ്പോൾ ഒരു ഇൻറ്റിജർ പോയിൻ്റർ P ആണെന്ന് വിചാരിക്കുക. P പോയിൻറ്റ്സ് ടു A ആണെങ്കിൽ നമ്മൾ എന്താ പറയുക? P =A എന്നാണ് പറയുക. അപ്പോൾ അതേപോലെ തന്നെയാണ് SPTR പോയിൻറ്റ്സ് ടു സ്ട്രക്ചറാണ്. അപ്പോൾ SPTR =ampersand എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ വേരിയബിളാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു സ്ട്രക്ചർ വേരിയബിൾ S ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് SPTR =ampersand S എന്ന് കൊടുത്തു. അതായത് S എന്ന് പറഞ്ഞ സ്ട്രക്ചർ വേരിയബിളിലേക്കാണ് SPTR പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മെമ്മറിയിൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് വെച്ചാൽ, ഇതിപ്പോൾ നമുക്ക് S എന്ന് പറഞ്ഞ വേരിയബിൾ, S എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് 2 എലമെൻറ്റ്സ് ഉണ്ടാവും. ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ റോൾ നമ്പറാണ്. സെക്കൻഡ് എലമെൻറ്റ് നെയിം. അപ്പോൾ ഇതാണ് S. ഈ Sനൊരു സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ഉണ്ടാവും. സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ Sൻ്റെ റോൾ നമ്പർ ഇരിക്കുന്ന അഡ്രസ്സായിരിക്കും. സപ്പോസ് ആ അഡ്രസ്സ് 1000 ആണെന്നിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് Sനുള്ള മെമ്മറി ഉണ്ടാവുക. ഇനി SPTRന് വേണ്ടിയിട്ട്, SPTR എന്ന് പറയുന്നത് ഒരു പോയിൻ്റർ വേരിയബിളാണ്. അപ്പോൾ SPTRന് വേണ്ടിയിട്ടൊരു മെമ്മറി അലോക്കേറ്റ് ചെയ്തു. ദാറ്റ് പോയിൻറ്റ്സ് ടു S എന്ന് പറഞ്ഞു. പോയിൻറ്റ്സ് ടു S എന്ന് പറഞ്ഞാൽ ദാറ്റ് കണ്ടെയ്ൻസ് അഡ്രസ് ഓഫ് S. അപ്പോൾ Sൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ 1000. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ SPTR പോയിൻറ്റ്സ് ടു S ആണ്. ഇനി നമുക്ക് ഈ S എന്ന് പറഞ്ഞ വേരിയബിളിനകത്തുള്ള ഒരു നോർമൽ വേരിയബിൾ അല്ല, ഇതൊരു സ്ട്രക്ചർ വേരിയബിളാണ്. അപ്പോൾ അതിനകത്തുള്ള എലമെൻറ്റ്സിനെ SPTR വെച്ചിട്ട് എങ്ങനെയാണ് ആക്സസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ P =ampersand A എന്ന് എഴുതിയെന്നിരിക്കാം. അതായത് ഇഫ് P ഈസ് ആൻ ഇൻറ്റിജർ പോയിൻ്റർ ആൻഡ് A ഈസ് ആൻ ഇൻറ്റിജർ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എയുടെ വാല്യൂ P വെച്ചിട്ട് എങ്ങനെയാണ് എടുക്കുക? സ്റ്റാർ P എന്നല്ലേ പറയാം. സ്റ്റാർ P എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വലൻറ്റ് ടു യൂസിങ് A അല്ലേ. സ്റ്റാർ P എന്ന് പറയാം, അല്ലെങ്കിൽ A എന്ന് പറയാം, രണ്ടും സെയിം ആണ്. അപ്പോൾ അതേപോലെ നമുക്ക് എസ്സിനെ ആക്സസ് ചെയ്യാൻ SPTR എങ്ങനെ യൂസ് ചെയ്യാം? സ്റ്റാർ SPTR എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വലൻറ്റ് ടു S. കാരണം SPTR പോയിൻറ്റ്സ് ടു S ആണ്. അപ്പോൾ വാല്യൂ അറ്റ് അഡ്രസ് SPTR ഓർ വാല്യൂ അറ്റ് അഡ്രസ് 1000 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഈ S എന്ന് പറഞ്ഞ വേരിയബിളാണ്. അപ്പോൾ സ്റ്റാർ SPTR എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വലൻറ്റ് ടു യൂസിങ് S. അപ്പോൾ നമുക്ക് എസ്സിനകത്ത് റോൾ നമ്പർ എടുക്കണം. അപ്പോൾ നമ്മൾ എന്താ പറയുക? S.RNO എന്നാണ് പറയുക. അപ്പോൾ അതിനെ നമുക്ക് പോയിൻ്റർ വെച്ചിട്ട് എങ്ങനെ പറയാം? സ്റ്റാർ SPTR.RNO ഇങ്ങനെ എഴുതിയ പക്ഷേ ഇത് വർക്ക് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ 2 ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഈ സ്റ്റാർ ഓപ്പറേറ്ററും ഡോട്ടും. സ്റ്റാർ നമ്മുടെ ഇൻഡയറക്ഷൻ ഓപ്പറേറ്ററും ഡോട്ട് എന്ന് പറയുന്നത് മെമ്പർ സെലക്ഷൻ ഓപ്പറേറ്ററും. അപ്പോൾ ഈ 2 ഓപ്പറേറ്റേഴ്സ് എടുക്കുന്ന സമയത്ത് ഇതിൽ പ്രസിഡൻസ് കൂടുതൽ മെമ്പർ സെലക്ഷൻ ഓപ്പറേറ്ററിനാണ്. അതായത് ഇതിനകത്ത് ആദ്യം ഇവാലുവേറ്റ് ചെയ്യുക മെമ്പർ സെലക്ഷൻ ഓപ്പറേറ്റർ ആയിരിക്കും. അപ്പോൾ ആദ്യം ഇവാലുവേറ്റ് ചെയ്യാൻ നോക്കുക എന്താണ്? SPTR.RNO. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എങ്ങനെയാണ് വരിക? ആദ്യം SPTR.RNO ഇവാലുവേറ്റ് ചെയ്യുക, അതിൻ്റെ മുകളിൽ സ്റ്റാർ അപ്ലൈ ചെയ്യുക. പക്ഷേ SPTR എന്താണ്? ഒരു പോയിൻ്ററാണ്. ഈ ഡോട്ട് ഓപ്പറേറ്റർ അല്ലെങ്കിൽ മെമ്പർ സെലക്ഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഒരു സ്ട്രക്ചർ വേരിയബിളിൻ്റെ മുകളിലോ യൂണിയൻ വേരിയബിളിൻ്റെ മുകളിലോ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പോയിൻ്റർ വേരിയബിളിൻ്റെ മുകളിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ SPTR.RNO ചെയ്യാൻ നോക്കുന്ന സമയത്ത് എറർ വരും. കാരണം അവിടെ നമുക്ക് ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പറഞ്ഞ ഈ എക്സ്പ്രഷൻ സ്റ്റാർ SPTR.RNO എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല S.RNO എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണ് യൂസ് ചെയ്യാൻ പറ്റുക? അപ്പോൾ ഇവിടെ നമ്മുടെ പ്രശ്നം വന്നത് ഈ ഓപ്പറേറ്റേഴ്സിൻ്റെ പ്രയോറിറ്റിയാണ്, അതിൻ്റെ പ്രസിഡൻസ് ആണ് പ്രശ്നം വന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റാർ SPTR കണ്ടുപിടിക്കണം. സ്റ്റാർ SPTR കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? S കിട്ടും. ബിക്കോസ് സ്റ്റാർ SPTR ഇസ് ഈക്വലൻറ്റ് ടു S. അപ്പോൾ സ്റ്റാർ SPTR കണ്ടുപിടിച്ചാൽ S കിട്ടി. ആ Sൻ്റെ മുകളിലാണ് നമുക്ക് RNO അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ എക്സ്പ്രഷനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാമെന്ന് വെച്ചാൽ ആദ്യം സ്റ്റാർ SPTR ചെയ്യണം. അപ്പോൾ നമുക്ക് പ്രയോറിറ്റി മാറ്റി കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? പാരന്തസിസ് ഇട്ടാൽ മതി.
അപ്പോൾ പാരന്തസിസിനകത്ത് ഇത്ര ഇട്ട് കഴിയുമ്പോൾ ആദ്യം ഇവാലുവേറ്റ് ചെയ്യുക എന്തായിരിക്കും, പാരന്തസിസ് ആണ്. അപ്പോൾ അതിനകത്ത് വരുന്ന എക്സ്പ്രഷനാണ് ആദ്യം ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ സ്റ്റാർ SPTR ആദ്യം ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടി, ഇവിടെ എസ് കിട്ടി. എന്നിട്ട് ദാറ്റ് ഡോട്ട് RNO എന്ന് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു പോയിൻ്റർ വെച്ചിട്ട് സ്ട്രക്ചർ വേരിയബിളിനെ ആക്സസ് ചെയ്യുന്ന സമയത്ത് സ്റ്റാർ പോയിൻ്റർ വേരിയബിൾ അതിന് പാരന്തസിസിലിടുക, എന്നിട്ട് ഡോട്ട് മെമ്പർ നെയിം എന്ന് പറഞ്ഞാൽ മാത്രമേ ആ RNOനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ മെമ്പറിനെ എടുക്കുക. ഇനിയിപ്പോൾ നെയിമാണ് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ സ്റ്റാർ SPTR ബ്രാക്കറ്റിലിടുക ഡോട്ട് നെയിം, എങ്ങനെയായിരിക്കും ആക്സസ് ചെയ്യുക. അപ്പോൾ ഇത് ഇത്രയും ലെങ്ത് ആയിട്ട് 2 ഓപ്പറേറ്റർ വെച്ചിട്ട് ഒരു എക്സ്പ്രഷനായിട്ട് എഴുതുന്നതിന് പകരം നമുക്കൊരു ഷോർട്ട് ആൻഡ് മെമ്പർ സെലക്ഷൻ ഓപ്പറേറ്റർ ഉണ്ട് ഈ സ്ട്രക്ചറിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഓപ്പറേറ്ററിനെയാണ് നമ്മൾ ആരോ ഓപ്പറേറ്റർ എന്ന് പറയുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആരോ ഓപ്പറേറ്റർ. ആരോ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ എഴുതാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൈനസ് ദെൻ ഗ്രേറ്റർ ദാൻ, ഈ 2 സിമ്പിൾസിൻ്റെ കോമ്പിനേഷനാണ് നമ്മുടെ ആരോ ഓപ്പറേറ്റർ. അപ്പോൾ ആരോ ഓപ്പറേറ്റർ എങ്ങനെയാണ് യൂസ് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ S.RNO എന്നുള്ളത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഇത്രയും വലിയൊരു എക്സ്പ്രഷൻ എഴുതിയത്. സ്റ്റാർ SPTR എന്നിട്ട് ബ്രാക്കറ്റ് ഇടുക ഡോട്ട് RNO. ഈ എക്സ്പ്രഷന് പകരം ഇങ്ങനെ യൂസ് ചെയ്യാം, SPTR ആരോ RNO. അതായത് നമ്മുടെ സ്റ്റാറും മെമ്പർ സെലക്ഷൻ ഓപ്പറേറ്ററും ഈ 2 എണ്ണം യൂസ് ചെയ്യുന്നതിന് പകരം ഒരൊറ്റ ഓപ്പറേറ്റർ യൂസ് ചെയ്താൽ മതി, ആരോ ഓപ്പറേറ്റർ. അതായത് പോയിൻ്റർ നെയിം, പോയിൻ്റർ ടു സ്ട്രക്ചർ, ആ പോയിൻ്ററിൻ്റെ നെയിം, ആരോ അതിനകത്തെ ഒരു എലമെൻറ്റ്. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SPTR എവിടേക്കാണോ പോയിൻ്റ് ചെയ്യണത് അവിടുത്തെ മെമ്പറിലേക്കാണ് ഈ ആരോ പോയിൻ്റ് ചെയ്യുക. അതായത് ആരോ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് അത് പോയിൻ്റ് ചെയ്യുക നേരെ ആ മെമ്പറിലേക്കാണ്, അല്ലാണ്ട് നമ്മുടെ S എന്ന് പറഞ്ഞ വേരിയബിളിലേക്കല്ല, ആ മെമ്പറിലേക്കാണ്. അപ്പോൾ നമുക്കിനി അവിടെ സ്റ്റാർ ഒന്നും അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അവിടുന്ന് ഡേറ്റ എന്ന് പ്രത്യേകമായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല, ആ ഡേറ്റയിലേക്കാണ് ഇത് പോയിൻ്റ് ചെയ്യണത്. അപ്പോൾ ഇനി എനിക്ക് നെയിം എടുക്കണം എന്നുണ്ടെങ്കിൽ SPTR ആരോ നെയിം എന്നെടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഷോർട്ട് ഹാൻഡ് എന്ന് പറഞ്ഞത്. ഷോർട്ട് ഹാൻഡ് എന്ന് പറയാൻ കാര്യം നമ്മൾ 2 ഓപ്പറേറ്റേഴ്സ് ഉണ്ടായിരുന്നു, സ്റ്റാറും പീരിയഡും. ഇത് രണ്ട് ഓപ്പറേറ്റേഴ്സിന് പകരം ഒരു സിംഗിൾ ഓപ്പറേറ്റർ വെച്ചുകൊണ്ട് നമുക്ക് ആ പോയിൻ്റർ പോയിൻ്റ് ചെയ്യുന്ന ലൊക്കേഷനിലെ എലമെൻറ്റിൻ്റെ വാല്യൂ എടുക്കാം. എലമെൻറ്റിൻ്റെ അഡ്രസ്സൊന്നുമല്ല, അതിൻ്റെ വാല്യൂ തന്നെ ഡയറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിനകത്ത് സ്ട്രക്ചറിനകത്ത് പോയിൻ്റർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട ഒരു ഓപ്പറേറ്റർ അതാണ്. അപ്പോൾ ഈ ഓപ്പറേറ്റർ നിങ്ങളിനി ഒരുപാട് സ്ഥലങ്ങളിൽ യൂസ് ചെയ്യും. ലിങ്ക്ഡ് ലിസ്റ്റൊക്കെ ചെയ്യണ സമയത്ത് നമ്മൾ മുഴുവൻ സ്ട്രക്ചർ വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ എല്ലായിടത്തും നമ്മൾ ഈ ഓപ്പറേറ്റർ ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഓപ്പറേറ്റർ വെച്ചിട്ട് അത് പ്രോഗ്രാമിനകത്ത് എങ്ങനെ എഴുതാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ സ്ട്രക്ചർ തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു മാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. എസ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിളും സ്റ്റാർ SPTRും ഡിക്ലെയർ ചെയ്തു. സ്റ്റാർ SPTRനെ &S വെച്ചിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. അപ്പോൾ ഇനി ഇതിനകത്ത് റോൾ നമ്പർ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് &S ഡോട്ട് റോൾ നമ്പർ എന്ന് എഴുതുന്നതിന് പകരം &SPTR ആരോ റോൾ നമ്പർ, ബിക്കോസ് SPTR ആരോ റോൾ നമ്പർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വലൻ ടു S ഡോട്ട് റോൾ നമ്പർ. അപ്പോൾ അതിനൊരു &, കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ &, ഇട്ടിട്ടാണ് ഇതെല്ലാം റീഡ് ചെയ്യുക. ഇനി പ്രിൻറ്റ് ചെയ്യണ സമയത്ത് ഞാൻ 2 printf കൊടുത്തിട്ടുണ്ട്. ആരോ ഓപ്പറേറ്റർ വെച്ചിട്ടാണെങ്കിൽ ഇങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ റോൾ നമ്പർ പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ SPTR ആരോ റോൾ നമ്പർ. അത് സ്റ്റാറും ഡോട്ടും വെച്ചിട്ടാണെങ്കിൽ സ്റ്റാർ SPTR ബ്രാക്കറ്റിലിടുക ദെൻ ഡോട്ട് RNO, അങ്ങനെയായിരിക്കും പറയാം. ഇങ്ങനെയാണ് ഓരോ മെമ്പറിനെയും പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഇതൊരു പ്രോഗ്രാമിൽ യൂസ് ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ടൊരു പ്രോഗ്രാം എഴുതിയതാണ്. അപ്പോൾ നമുക്കിതൊരു എക്സ്പ്രഷനകത്ത് യൂസ് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ഈ 2 ഓപ്പറേറ്റർ വെച്ചിട്ടുള്ള എക്സ്പ്രഷൻ എഴുതുന്നതിനേക്കാളും എളുപ്പം ആരോ ഓപ്പറേറ്റർ വെച്ചിട്ടുള്ള ഒരു എക്സ്പ്രഷൻ എഴുതുന്നതായിരിക്കും.